വൈറ്റമിൻ സപ്ലിമെന്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മിക്കവരും വൈറ്റമിൻ സപ്ലിമെന്റ് ഉപയോഗിക്കുന്നത് ആഹാരത്തിന് ശേഷമാണ്. തീർച്ചയായിട്ടും വൈറ്റമിൻ സപ്ലിമെന്റ് നമ്മൾ കഴിക്കേണ്ടതും ആഹാരത്തിന് ശേഷമാണ്. പക്ഷേ ആഹാരത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ചില വൈറ്റമിൻ സപ്ലിമെന്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കണം. മറ്റ് ചിലത് ഉച്ചക്കത്തെ മീലിന് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. നമ്മൾ വൈറ്റമിൻ ബി കോംപ്ലക്സ് വിത്ത് വൈറ്റമിൻ സി സപ്ലിമെന്റ് ലഭ്യമാണ്. വൈറ്റമിൻ സി ഇല്ലാത്ത വൈറ്റമിൻ ബി കോംപ്ലക്സ് ടാബ്ലറ്റും ലഭ്യമാണ്. അങ്ങനെയുള്ള സപ്ലിമെന്റ് നമ്മൾ കഴിക്കേണ്ടത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമായിരിക്കണം. കാരണം അത് നമുക്ക് നമ്മുടെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുന്ന വൈറ്റമിൻസ് ആണ്. അത് നമുക്ക് പകരം ജോലി ചെയ്യുവാൻ വളരെയധികം നമുക്ക് പ്രയോജനപ്പെടും. അത് നമ്മൾ ഈവനിങ്ങിലാണ് കഴിക്കുന്നതെങ്കിൽ പലപ്പോഴും നമ്മുടെ ഉറക്കത്തെ അത് ഡിസ്റ്റർബ് ചെയ്യുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്ന ചില വൈറ്റമിൻസ് ഉണ്ട്. ഉദാഹരണമായിട്ട് വൈറ്റമിൻ എ, ഡി, ഇ ആൻഡ് കെ. ഇവ നമ്മൾ കഴിക്കേണ്ടത് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണത്തിന് ശേഷമായിരിക്കണം. കാരണം ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ അല്പമെങ്കിലും കൊഴുപ്പ് കാണും. അപ്പോൾ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണത്തിൻ്റെ കൂടെ ഇത് കഴിച്ചാലേ അത് ശരിയായിട്ട് നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യുകയുള്ളൂ. ആ പോഷകങ്ങളുടെ പ്രയോജനം നമുക്ക് നന്നായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന വൈറ്റമിൻസിൻ്റെ പ്രയോജനങ്ങൾ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ലഭിക്കുവാൻ വളരെയധികം പ്രയോജനം ചെയ്യും.